ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് ഗ്രാനി വൺ എക്സ്ട്രീം മോഡിലാണ് കളിക്കുന്നത്. അപ്പോൾ ഗ്രാനീനെ ഫസ്റ്റ് നമുക്ക് ഗ്ലിച്ചാക്കണം. അപ്പോൾ ഗ്രാനി ഗ്ലിച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഗ്രാനി, അത് കളയണം. ഇന്ന് ഗ്രാനി വൺ എക്സ്ട്രീം മോഡിൽ കാർ എസ്കേപ്പ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തത് ഏത് ഹൊറർ ഗെയിമാണ് കളിക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബുക്ക് എടുക്കാം. ഇനി നമുക്കത് കൊണ്ട് പോയിട്ട് ഇവിടെ 2 ഗ്രാനി ഉണ്ട്. ഒരു ഗ്രാനീൻ്റെ ആരുമാണെന്നറിയില്ല, ഒരു ഗ്രാനിയും കൂടി ഉണ്ട്. ആ ഗ്രാനീനെ നമുക്ക് തുറന്നു വിടണം. നേരെ നമുക്ക് സ്പൈഡർ കീ കിട്ടും. എന്നിട്ട് നമ്മളത് സീവറിലേക്ക് കൊണ്ടുപോകണം. ഈ സീവറിൽ വെക്കുക. സീവറിൻ്റെ ഒരു പോണ്ട വഴിയിൽ വെച്ചിട്ട് അത് തുറക്കുക. എന്നിട്ട് സീവറിൽ പോയിട്ട് സ്പൈഡർ ഗ്രാനീനെ അത് ശ്രദ്ധിക്കണം. അത് വളരെ അപകടകരമാണ്. എക്സ്ട്രീമുള്ള അത് വേവ് പിടിക്കും. നമുക്ക് ഗ്രാനീനെ ഗ്ലിച്ചാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് കാർ എസ്കേപ്പിന് വേണ്ട സാധനമെല്ലാം തപ്പാം ഗൈസ്. അപ്പോൾ ഇനി നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോഗുയിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു എലിയും ഉണ്ട് എക്സ്ട്രീം മോഡിൽ. അത് നമ്മളെ കടിക്കും. അപ്പോൾ നമ്മളെ ഹെൽത്തെല്ലാം കുറയും. ഇപ്പം നമ്മൾ മേലെ ഇവിടെ ഈ ഡമ്മി അതിലേക്ക് ഇട്ടിട്ട് അത് പൊട്ടിക്കണം, നാലേ റെഡി ആവുള്ളൂ. ഇത് നമുക്ക് ഈ ഗെയിമിൽ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ളത് ഹാമറാണ്. ഹാമർ കിട്ടിയാൽ കളിക്കാൻ കഴിയും. ഗൈസ്, നമ്മൾ മടിയായി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ഓരോ ഇതിന് പോയി. എന്തായാലും സാരമില്ല ഗൈസ്, നമുക്ക് ഇനിയും 4 ദിവസങ്ങളുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ട് നമുക്ക് ഇതിൽ വേറൊരു പണി എന്ന് വെച്ചാൽ ഒരിക്കൽ ഗ്രാനീനെ ഗ്ലിച്ചാക്കിയാൽ വീണ്ടും മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഗ്രാനീനെ ഗ്ലിച്ചാക്കണം. അപ്പോൾ നമുക്കിനി വീണ്ടും ഗ്രാനീനെ ഗ്ലിച്ചാക്കാം. ഗ്രാനി ചില സമയത്ത് ഗ്ലിച്ചു ആവുമല്ലോ, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ കുറേ ഗ്ലിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ ഓരോ വീഡിയോ വരുന്നതായിരിക്കും. വീണ്ടും നമ്മൾ ഗ്രാനീനെ ഗ്ലിച്ചാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഇവിടെയും ഒന്നുമില്ല. നമുക്കൊരു വ്രഞ്ച് ആണ് ഇപ്പോൾ കിട്ടിയിട്ടില്ലേ. അത് കാർ എസ്കേപ്പിന് വേണ്ടിയാണ്, എന്നാലും അത് മാത്രമായിട്ട് പോരാ. നമുക്കത് എടുക്കാം. താഴെ കാറിൻ്റെ അവിടെ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിക്കും. ഭയങ്കര ലാഗുണ്ട്, എൻ്റെ പഴയ ഫോണാണ് ഗൈസ്. എവിടെയും ഒരു സാധനം കിട്ടില്ല ഗൈസ്. നമുക്ക് ഏതായാലും വ്രഞ്ച് താഴെ കാർ എസ്കേപ്പിൻ്റെ സ്ഥലത്തുകൊണ്ട് പോയിട്ട് വിടാം. എല്ലാ കാർ എസ്കേപ്പിന് വേണ്ട സാധനം അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് അവസാനം നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്ററി വേണം, എൻജിൻ പാർട്ട് വേണം, പിന്നെ സ്പാർക്ക് പ്ലഗ് വേണം, കാർ കീ വേണം. കുറേ സാധനങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. ഗൈസ്, നമുക്ക് റിമോട്ട് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതെടുത്തിട്ട് ആ റൂം തുറക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. അതിൽ സാധാരണയായിട്ട് പെപ്പർ സ്പ്രേയും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പം നമുക്കത് ഓപ്പൺ ചെയ്യാം. എന്തായിരിക്കും ഉണ്ടാവില്ലേ? ബാഡ് ലോക്ക് കോഡ് ഉണ്ട് സൈഡിൽ. പക്ഷെ നമ്മൾ ഡോർ എസ്കേപ്പ് അല്ല ചെയ്യേണ്ടത്. വുഡൻ സ്റ്റിക്കും ഉണ്ട്.
അപ്പോൾ നമുക്ക് ആവശ്യമില്ലൊന്നും കിട്ടിയിട്ടാ ഗൈസ്. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വരാം. ഇനി എവിടത്തേക്ക് പോകുന്നുണ്ട്. ഈ വീട് ഫുൾ അടിച്ചിറക്കി. ഈ സീവറിലേ ഇല്ലു സ്ഥലം. സീവറിൽ പോയിട്ട് അവിടുന്ന് ഇനി കുറേ സംഭവം കിട്ടാനുണ്ട്. പക്ഷെ അവിടെ സൂക്ഷിച്ച് പോകണം, സ്പൈഡർ ഗ്രാനി പിടിക്കൂലേ. ഇവിടത്തേക്ക് നമ്മൾ വന്നിട്ടില്ലല്ലോ ഗൈസ്. ഇവിടെ ഒന്നും ഉണ്ടാവില്ലേ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ടെഡിയേ ഉണ്ടാവില്ല. പിന്നെ എന്ന കയ്യിൽ ടെഡി മാത്രം. ഇവിടെ ഒരു കോകുവിലുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു കോഡുണ്ട് 2. ഇത് താഴെ സീവറിൽ പോയിട്ട് അവിടെ ഒരു എലവേറ്റർ പോലെ ഒരു ചെറിയൊരു സംഭവം കണ്ടിട്ട് അതിൽ കയറിയിട്ട് അവിടെ 1, 2 ഉണ്ട്. അപ്പോൾ 2ആണ്. എല്ലാവരും കോഡ് ഓർമ്മിച്ച് വെക്കുക. നമുക്ക് ഈ കോഡ് അടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഡൈ ആവും, അതായത് മരിച്ചു പോകും. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലെന്ന് പോലും കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എന്തായാലും ഉണ്ടാവും. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇത് ഡോറിന് വേണ്ട ബാറ്ററിയാണ്. ഇവിടെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. എക്സ്ട്രീം മോഡിൽ ഇവിടെ ലോക്ക് ഇട്ടിട്ടേ ഉണ്ടാവില്ല. അപ്പം ഇനി തിരിച്ചു പോവാം. ഗൈസ് ഇവിടെ തപ്പിയില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. കാർക്ക് കിട്ടി ഗൈസ്. ഇനി കാറിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ട് എന്ന് നോക്കാം. കാറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. കാറിൻ്റെ ഡിക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നല്ല സാധനം കിട്ടിയാൽ ഹാമർ കിട്ടിയാൽ കളിക്കാൻ നല്ലതാണ്. ഹാമറാണ് നമുക്ക് ഈ കളിയിൽ പ്രധാനപ്പെട്ട ഒരു സാധനം. അതുണ്ടെങ്കിൽ നമുക്ക് കുറേ സംഭവം എടുക്കാം. എന്താണെന്ന് കാണുന്നില്ല. എന്തോ സംഭവം കാണുന്നുണ്ട്. തുറന്നു നോക്കാം. ഹാമർ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനം കഴിച്ചു. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് എല്ലാം തുറക്കാം. ഹാമറുണ്ട്. എന്നാ കിട്ടുമെന്ന് നോക്കാം. ബാക്കി അല്ലെങ്കിൽ കിച്ചണിലെല്ലാം ഒന്നും ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു സംഭവം കിട്ടിയിട്ട് നമുക്കിനി അത്യാവശ്യമില്ല. കാർ എസ്കേപ്പിന് അത്യാവശ്യമില്ല എന്നൊരു സാധനം കിട്ടണം. ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിൽ ഞാൻ ഗ്രാനി 3 കളിക്കാമെന്ന് ആലോചിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഗ്രാനി 3 കളിക്കണമെങ്കിൽ ഗ്രാനി 3 എന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രാനി 3 എക്സ്ട്രീം മോഡിൽ തന്നെയാണ് കളിക്കുന്നത്. ഗ്രാനി 3 കഴിഞ്ഞാൽ പിന്നെ കമല കളിക്കാമെന്ന് ഉണ്ട്. പക്ഷെ ആദ്യം ഗ്രാനി 3 കളിക്കാം. പക്ഷേ വോട്ട് ചെയ്യുക ഗൈസ്. അതായത് ഞാൻ പോസ്റ്റ് ഇടാം, പോസ്റ്റ്. അതായത് ഗ്രാനി 3 വേണോ കമല വേണോ. അപ്പം നമുക്ക് ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്നാ കിട്ടുന്നത് നോക്കാം. ഇതിൻ്റെ വെറും മീറ്റേ ഇല്ലു ഗൈസ്. നമുക്കിതൊന്നും അത്യാവശ്യമുള്ള കാര്യമല്ല. അപ്പം ഇനി എന്നാ ചെയ്യേണ്ടത്? സ്പെഷ്യൽ കീ വേണോ? ഇനി സ്പെഷ്യൽ കീയും കിട്ടിയിട്ട, അല്ലെങ്കിൽ സ്പെഷ്യൽ കീയും കിട്ടുന്നത്. അത് ഈസി മോഡിലാകുമ്പോൾ സ്പെഷ്യൽ കീ വേഗം കിട്ടും. എക്സ്ട്രീം മോഡായതുകൊണ്ട്. എക്സ്ട്രീം മോഡിൽ ഗ്രാനിയെ ഗ്ലിച്ച് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെയും കളിക്കാൻ കഴിയില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ നൂബാണ്. ഗ്ലിച്ച് ചെയ്താൽ കുറവാണ്. അപ്പം ഏതായാലും ഇവിടുത്തെ താഴേക്ക് പോയിട്ട്, ഇവിടത്തേക്ക് എന്തിനാ വന്നിനി? ഇവിടെ താഴെ തുറക്കാൻ വേണ്ടി. ഇവിടെ ഇതിനുള്ള എന്തായിരിക്കും? എൻജിൻ പാർട്ട് കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് ബിഞ്ച് ഹാൻഡിലിട്ടാൽ ആ കിണറിന്ന് എന്തെങ്കിലും കിട്ടും. അപ്പം ഇതിൻ്റെ ഉള്ളൊന്നുമില്ല. എൻജിൻ പാർട്ട് നമുക്ക് കാർ എസ്കേപ്പിന് അത്യാവശ്യപ്പെട്ട സാധനം. ഫ്രഞ്ചും ഉണ്ട്. നമുക്ക് ഇതേതായാലും എടുത്തിട്ട് കാർ എസ്കേപ്പിൻ്റെ ആളെ കൊണ്ട് പോയി കൂട്ടാം. സീവറിൽ പോയാലും മാക്സിമം സംഭവങ്ങൾ കിട്ടുമല്ലോ. ഗൈസ്, ഇത് കാർ എസ്കേപ്പിൻ്റെ കാറിൻ്റെ സ്ഥലത്ത് കൊണ്ട് പോയിട്ട് ഇടാം. ഇനിയും കുറേ സാധനങ്ങൾ കിട്ടണം. ഇനി ബാറ്ററി കിട്ടണം, സ്പാർക്ക് പ്ലഗ് കിട്ടണം, ഗ്യാസോലിൻ കിട്ടണം. ഗ്യാസോലിൻ ഇവിടെ ഉണ്ട്. ഇവിടെ
ഇതിൻ്റെ മേലെ സ്ക്രൂ ഡ്രൈവറിൻ്റെ അടുത്ത് നമുക്ക് വെപ്പൺ കീ കിട്ടിയാലേ അതെടുക്കാൻ കഴിയൂ. അപ്പം നമ്മൾ ഏതായാലും എൻജിൻ പാർട്ട് ഇവിടെ വെച്ചിട്ട് ഫ്രഞ്ച് കൊണ്ട് എല്ലാം ഒന്ന് ശരിയാക്കാം. കാർ എസ്കേപ്പ് ആവുമെങ്കിൽ ഞാൻ ഒരു പ്രോ ആണ് ഗൈസ്. കാർ എസ്കേപ്പ് ആവാൻ ചാൻസ് കുറവാണ്. എനിക്കിതങ്ങനെ കളിക്കാനൊന്നും അറിയില്ല. ഞാൻ വെറുതെ ഇന്ന് കളിച്ചത് ആ വീഡിയോ എടുത്തിടുകയെന്ന്. ഏതായാലും അതായി. ഇനി ബാറ്ററിയും സ്പാർക്ക് പ്ലഗും ഗ്യാസലീനും കൂടി ആയാൽ നമുക്ക് കാർ എസ്കേപ്പ് അല്ല പാഡ്ലോക്ക് കീയും കൂടി വേണം, എന്നാലും പോവാം. അതല്ലേ ഇനി എവിടെ നിന്ന് കിട്ടും? സീവറിലേ ഇനി അത് കിട്ടാൻ ചാൻസ് ഇല്ല. സീവറിലേക്ക് പോകണമെങ്കിൽ സ്പൈഡർ കീ നമ്മൾ നേരത്തെ അമ്മാമേനെ ആക്കിയത് ഗ്രാനീനെ അവിടെ പോകണം, എന്നാലേ കാര്യമില്ലൂ ഗൈസ്. ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടാവും. ഇതിൽ നിന്ന് വീഴാനും ചാൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് പോകണം. ഇതിൻ്റെ ഉള്ളിൽ സേഫ് കീ ആവശ്യമുണ്ട്. കട്ടിങ് പ്ലെയർ നമ്മൾ എവിടെയോ കണ്ടില്ല. ഇതെന്തായാലും കിട്ടിയിരിക്കണം, എന്നാലും ഈ എസ്കേപ്പ് നമുക്ക് ചെയ്യാനാവുമെന്ന് അറിയില്ല. ഗ്രാനിയിൽ ഗ്ലിച്ചായെങ്കിൽ ഇനി നമ്മൾ താഴെ സീവറിലേക്ക് എങ്ങനെയെങ്കിലും പോയാൽ സ്പൈഡർ കീ കിട്ടിയിട്ട് സീവറിലേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അന്നേരം ഈ സ്പൈഡർ ഗ്രാനി പിടിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഈ എസ്കേപ്പ് ആവുമെന്നല്ല. എസ്കേപ്പ് ആയാലും ഇല്ലെങ്കിൽ ഗൈസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയതാണ് ഐക്കോണിക് മലയാളി ഗെയിമർ. അപ്പോൾ അതിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഇനിയും പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഏതായാലും ഇനി സീവറിലേക്ക് പോകാമെന്നാണ്. സ്പൈഡർ കീ മറ്റേ ഗ്രാനി തന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഏതായാലും സീവറിലേക്ക് പോകാമെന്നാണ് എൻ്റെ ഇത്. ഇനി വേറെ ഈ ഹൗസിൽ ഇനിയൊന്നും കിട്ടാനില്ല. അപ്പം ഇവിടെ സ്പൈഡർ കീ ഉണ്ടാവില്ല. സ്പൈഡർ കീ കിട്ടി ഗൈസ്. ഇനി നമുക്ക് സീവറിലേക്ക് പോവാം. നേരെ സീവറിലേക്ക് സ്പൈഡർ ഗ്രാനിനെ ഇനി പഠിക്കണം. സീവറിലെത്തി. ഇനി സ്പൈഡർ ഗ്രാനിനെ ആദ്യം നോക്കണം. നമുക്കൊന്നും നോക്കാണ്ട് വേഗം പോയാൽ. പക്ഷേ ഇവിടത്തേക്ക് ഏതായാലും വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. അതിനി ഇവിടത്തേക്ക് ഇടാം. ഇനി നമുക്ക് നേരെ ഒന്നും നോക്കാണ്ട് പോയാലോ ഗൈസ്. സ്പൈഡർ ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. വേഗം ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വെക്കാം. ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. നമുക്ക് വേഗം സ്പൈഡർ ഗ്രാനി പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. വേഗം പുറത്തേക്ക് പോകണം. എന്തായാലും കാര്യമില്ല, അത് പിടിക്കും. പിന്നെ നമ്മൾ പിടിച്ചു ഗൈസ്. അങ്ങനെ ഇപ്പം നമ്മൾ 3rd ഡേയും കഴിഞ്ഞു. ഇനി ഇപ്പോൾ സമയം 6:30. നമ്മൾ വീണ്ടും ഇനി കളിക്കാൻ പോവാ. എന്നാ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. വീണ്ടും ഗ്രാനിനെ ഇതിൽ ഗ്ലിച്ചാക്കാൻ കഴിയും തോന്നില്ല ഗൈസ്. ഗ്രാനി ഭയങ്കര ഇതാണ്. ഇടക്ക് ഈ ഗെയിമിൽ ഗ്ലിച്ചാക്കാൻ കഴിയില്ല. ഭയങ്കര ചൊറയാണിത്. ഗ്ലിച്ചായിട്ടില്ലേ പോയി. ഗ്ലിച്ചായിട്ടാ ഇതാണ് ചൊറ ഗൈസ്. നമ്മൾ ഗ്ലിച്ചായെന്ന് വിചാരിച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ ഗ്രാനി ഇങ്ങനെ അടിക്കും. അപ്പോൾ നമുക്ക് ആയിട്ടോ എന്നൊന്നും അറിയില്ല. ആദ്യം ഫസ്റ്റ് ഗെയിം തുടങ്ങുമ്പോൾ നമുക്ക് ഗ്ലിച്ചായി. ഇപ്പം ആവുന്നില്ല. ഇനി എന്ത് ചെയ്യലെന്ന് അറിയില്ല. ഇപ്പം 4ാമത്തെ ദിവസമായി. ഈ 5ാമത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കാർ എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല ഗൈസ്. എക്സ്ട്രീം മോൾ
പക്ഷേ ഇനി അടുത്ത വീഡിയോന് ഞാൻ എന്തായാലും ഏതെങ്കിലും ഗ്രാനി 3 എക്സ്ട്രീം മോഡിലിട്ട് കളിക്കും. അത് എല്ലാവരും കാണേണ്ട. ഈ വീഡിയോന് ഒരു 1K വ്യൂസ് കിട്ടിയാൽ അല്ലെങ്കിൽ ഞാൻ അടുത്ത ഗ്രാനി 3 എക്സ്ട്രീം മോഡിലിട്ട് കളിക്കുന്നതായിരിക്കും. പെട്ടെന്ന് വീഡിയോ വരുന്നതായിരിക്കും. കമല നൈറ്റ്മെയർ മോഡിലിട്ടും കളിക്കുന്നതായിരിക്കും. ഗ്രാനി ഗ്ലിച്ചായി ഗൈസ്. വേറെ സീവറിൽ പോകുകൊണ്ട് സീവറിൽ പോവല്ലേ സീവറിൽ പോവാം. സീവറിൽ പോയിട്ട് ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും നമുക്ക് വേഗം സ്പൈഡർ ഗ്രാനിയൊന്നും നോക്കാണ്ട് വേഗം പോയിട്ട് ജയിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്ക് വേഗം സീവറിലേക്ക് പോവാം. വേഗം ഗ്രാനീനെ ഒന്നും നോക്കാണ്ട് നമുക്ക് വേഗം സ്പൈഡർ ഗ്രാനീനെ നോക്കാണ്ട് നമുക്ക് വേഗം അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലാം. എങ്ങനെയാവുന്നൊന്നും അറിയില്ല. എന്നാലും വേഗം ഗൈസ് വേഗം പിടിക്കാണ്ട് കയറാൻ പിടിച്ചു. നമുക്ക് എന്തായാലും കാര്യമില്ല. ഇത് ഭയങ്കര ഫാസ്റ്റാണ് ഈ എക്സ്ട്രീം മോഡിൽ. നമുക്കപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കളിക്കാൻ കഴിയും. എന്നാലും എനിക്ക് മലയാളിയായിട്ട് ഗെയിം പ്ലെയറിനെ അറിയും. ഗെയിം പ്ലെയറിൻ്റെ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. അവർ ഇമ്പോസിബിൾ മോഡിൽ ഇട്ടിട്ട് വരെ ഗ്രാനി കളിക്കുന്നു. എനിക്ക് പിന്നെ അതൊന്നും ആവില്ല. പക്ഷെ എന്നാലും ഞാൻ ഇത് കളിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ടും ചെയ്താൽ അടുത്തത് ഗ്രാനി 3 എക്സ്ട്രീം മോഡും കമല നൈറ്റ്മെയർ മോഡും കളിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ ഗ്രാനീനെ ഗ്ലിച്ചാക്കാൻ നോക്കാം. ഗ്രാനി ഗ്ലിച്ചായിട്ടില്ലേ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഏതായാലും ഗ്രാനി ഗ്ലിച്ചാവാൻ നോക്കാം. ഇപ്പം ഗ്രാനി ഗ്ലിച്ചാവില്ല. ഇത് ലാസ്റ്റ് ഡേ ആണ് ഗ്രാനി ഗ്ലിച്ചായിട്ട് തീർന്നു ഗൈസ്. നമുക്ക് എന്തായാലും കാർ എസ്കേപ്പ് ഫൈനലി ഫിനിഷ് ആക്കാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഒരു ദിവസം ഗ്രാനി 1 എക്സ്ട്രീം മോഡിൽ കാർ എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും. അത് കുറേ നാളെ എൻ്റെ വീഡിയോയിൽ. ഇപ്പോൾ ഗ്രാനി 3 എക്സ്ട്രീം മോഡിൽ ഇട്ടിട്ട് എന്തെങ്കിലും എസ്കേപ്പ് നോക്കുന്നത്. അപ്പോൾ ഏതോ ഗ്രാനി നമ്മളെ കൊല്ലാൻ പോവുകയാണ് ഗൈസ്. കാറിലിട്ടിട്ടാണ് ഒരു ധൈര്യമില്ലാത്ത ഗ്രാനി. അപ്പോൾ ഗൈസ് ഏതായാലും മരിച്ചിട്ടുണ്ട്. ഗെയിം ഓവർ. എന്തായാലും എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് വീഡിയോ ഓവർ.